ഉമ്മ പറയാണ്, ദുൽഹിജ്ജ 4-ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാ ഗ്രൂപ്പിൻ്റെ അമീർമാരും ദുൽഹിജ്ജ 4-ൻ്റെ അന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ക്ലാസ് എടുക്കും. കാരണം ദുൽഹിജ്ജ 5-ന് മദീനത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടുന്ന് ഹാജിമാരെ മക്കയിലേക്ക് വിടും. 450 കിലോമീറ്റർ ദൂരെയാണ് മക്ക. 10 ദിവസക്കാലം പുണ്യനബിയുടെ നിലാവ് പൊഴിയുന്ന മദീനയിൽ നിന്ന് ഏതു മനുഷ്യനും കണ്ണുനീരോടെ ഹബീബിനോട് വിട പറയുന്നൊരു മുഹൂർത്തമുണ്ട്. ആ തണുത്ത മാർബിളിൽ ഇങ്ങനെ ഉഹദുമല താണ്ടി കടന്നു വരുന്ന കാറ്റ് കഥ പറയുമ്പോ വലത്തുഭാഗത്ത് ബഖീൽ നോക്കി നിന്ന് അവിടെ ഫാത്തിമയുണ്ട്, അവിടെ ഹസനും ഹുസൈനും ഉണ്ട്, അവിടെ ഉസ്മാൻ ഉണ്ട് റളിയല്ലാഹു അൻഹു, അവിടെ ഹലീമ ബീവി ഉണ്ട്, ഇബ്രാഹിം എന്ന മകനുണ്ട്, ഖദീജയും മൈമൂനയും അല്ലാത്ത സകല ഭാര്യമാരുമുണ്ട്. ഒരു കാറ്റിങ്ങനെ തഴുകുമ്പോ 10 മീറ്റർ അടുത്ത് നിന്ന് നമ്മൾ നബിയോട് സലാം പറയും. പടച്ചോനെ, അങ്ങനെ ഒരു രംഗം നമുക്കെല്ലാവർക്കും നൽകണേ റബ്ബേ. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസംഗം കഴിഞ്ഞിട്ട് ഉമ്മ കരഞ്ഞുവത്രേ. കരഞ്ഞ് തളർന്നിട്ടാണ് അത്രേ ഉറങ്ങിയത്. അപ്പൊ പറയാണ്, ദുൽഹിജ്ജ 4-ന്റെ രാത്രി ഉറങ്ങുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു. ഉമ്മ എന്റെ മുമ്പിൽ എന്ന് പറയാം, ഹബീബായ പ്രവാചകരുടെ നൂറാനിയത്തിന്റെ നെഞ്ചിനോട് കിടക്കുന്ന ഒരു ഷാൾ, ഉസ്താദ്മാരൊക്കെ ഷാൾ ഇടുന്നില്ലേ, ആ ഷാൾ ഉത്തരീയമെടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. ഞാനതെന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അതെന്തൊരു സുഗന്ധമാണ്, അതെന്തൊരു പരിമളമാണ്. ഞാൻ ഞെട്ടി ഉണർന്നു ഉസ്താദേ. റൂമിൽ മുഴുവൻ മണമാണ്, റൂമിൽ മുഴുവൻ മണമാണ്. ആ പർദ്ദയാണിത്, ഞാനത് മാറ്റിയില്ല. ദുൽഹിജ്ജ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8-നാണിത്. യൗമുത് തർവിയയുടെ ദിവസമാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് ആ മണമിങ്ങനെ ആ പർദ്ദയില്, നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതൊരാണാണെങ്കില് കെട്ടിപ്പിടിച്ചുമ്മ വെക്കാമായിരുന്നു. അതൊരു ഉമ്മയാണ്. എന്റെ മൂക്കില് ആ മണമിങ്ങനെ കയറുന്നു. അത് മജ്മുഅ അത്തറിന്റെ മണമല്ല, അത് ജന്നത്തുൽ ഫിർദൗസ് അത്തറിന്റെ മണമല്ല, അത് റോയൽ മിറ സ്പ്രേയുടെ മണമല്ല. ഇത് പറയുമ്പോഴും എനിക്ക് വാക്കുകൊണ്ടത് പറയാൻ പറ്റണില്ല. എന്താണ് ആ മണമെന്ന്? ഹബീബിന്റെ ഷാളിന്റെ മണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഉമ്മാക്ക് ആളെ ബോധിപ്പിക്കാനാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോഴേ പറയായിരുന്നു. അമ്മനോട് പറഞ്ഞു, ആരോടും പറയണ്ടട്ടോ, അതൊരു സ്വകാര്യ